ഖുർആൻ എപ്പോൾ നമ്മൾ വായിച്ചാലും അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ആശയം ഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഓതി തീർക്കേണ്ട ഒരു ഗ്രന്ഥമേ അല്ല ഖുർആൻ. അത് ഖുർആനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഖുർആനെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാലോകർക്ക് സന്മാർഗമാണ്. ഓ ബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ സന്മാർഗത്തിനുള്ള പ്രൂഫ് ആൻഡ് എവിഡൻ്റ് ആണ്. പ്രൂഫ് ആൻഡ് എവിഡൻസ് ആണ് ഈ പറയുന്നത്. ബയ്യിനാത്ത് എന്ന് പറയുന്നത് അതിനുള്ള തെളിവാണ്. അതേപോലെ തന്നെ ഫുർഖാനാണ് ഖുർആൻ. സത്യവും അസത്യവും വേർതിരിക്കാനുള്ള പാരാമീറ്ററാണ് ഖുർആൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് ഖുർആൻ. ഹുദൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്മാർഗമാണ് ഖുർആൻ. ഹുദൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്മാർഗമാണ് ഖുർആൻ. ഹുദൻ ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് സന്മാർഗമാണ് ഖുർആൻ. ഈ പറഞ്ഞ ഇതൊക്കെ ഖുർആൻ ഉപയോഗിച്ച വാക്കുകളാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ, ഏ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള മൗഇദത്താണിത്, സതുപദേശമാണിത്. ഹുദൻ വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്മാർഗമാണ്, അനുഗ്രഹമാണ്. കുൽ ബി ഫളില്ലാഹി വ ബി റഹ്മത്തിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്. ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ സമ്പാദിച്ച ഏതൊന്നിനേക്കാളും വിലപ്പെട്ടതാണ് ഈ ഖുർആൻ, കാരണം അത് നിങ്ങൾക്കുള്ള സന്മാർഗമാണ് എന്നൊക്കെ പറഞ്ഞു തന്ന ഒരു ഖുർആൻ, സന്മാർഗമാണെന്ന് പറഞ്ഞ ഖുർആൻ അർത്ഥമറിയാതെയാണ് വായിക്കേണ്ടത് എന്ന് നമ്മെ ആരാണ് പഠിപ്പിച്ചത്? അത് അർത്ഥമറിയാതെ ഇരുന്ന് ഓതലാണ് എന്ന് നമ്മെ ആരാണ് പഠിപ്പിച്ചത്?